നമസ്തേ. ഓ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ ദശമസ്കന്ധം അതിൽ 23-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നൊരു വിഷയം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു തത്വം അതിലടങ്ങിയിട്ടുണ്ട്. ആ അധ്യായത്തിൻ്റെ ശീർഷകം വിപ്രപത്ന്യാനുഗ്രഹലീല എന്നാണ്. വിപ്രപത്നി എന്ന് പറഞ്ഞാൽ വിപ്രന്മാരുടെ ഭാര്യമാരാണ്. വിപ്രൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, വേദം പഠിച്ച വേദാന്തം അറിയുന്ന പണ്ഡിതശ്രേഷ്ഠന്മാർ, അവർ വിപ്രന്മാർ എന്നാണ് പറയുന്നത്. യാഗാദി കർമ്മങ്ങൾ, അതാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, പൂജാകർമ്മങ്ങൾ. അവരുടെ പത്നിമാരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ അന്തർജനങ്ങൾ എന്ന് പറയും മലയാളത്തിൽ. അവർ ഭവനത്തിൽ വേണ്ടുന്നതായ ഭക്ഷണ സാധനങ്ങളൊക്കെ തയ്യാറാക്കുക, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് ദേവാലയമൂർത്തിയെ തൊഴുത്, അങ്ങനെ ഓരോ ദിവസങ്ങളുടെ പ്രത്യേകത, വിശേഷ ദിവസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഞ്ചാംഗമൊക്കെ നോക്കി നേരത്തെ തന്നെ പറയും. ഏകാദശിയാണ്, ഷഷ്ടിയാണ്, പ്രദോഷമാണ്, അങ്ങനെയുള്ള പുണ്യദിനങ്ങളൊക്കെ ആചരിക്കേണ്ടതായ കർമ്മങ്ങളുണ്ട്. അവരുടെ ബ്രാഹ്മണരുടെ ഒരു കുലത്തൊഴിൽ എന്ന് പറയുകയാണെങ്കിൽ അത് ഈശ്വര വിചാരം എന്നാണ് പറയുന്നത്. നമ്മുടെ ആധാരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താണ് തൊഴിൽ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ബ്രാഹ്മണരാണെങ്കിൽ ഈശ്വര വിചാരം എന്നാണ്. അപ്പോൾ അതിനനുസൃതമായ കർമ്മങ്ങളാണ് അവർ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും ഗോപാലന്മാരും കന്നുകാലികളെ മേയിച്ചുകൊണ്ടങ്ങനെ യമുനാ നദിയുടെ തീരത്ത് നിൽക്കുന്ന ഒരു ഘട്ടം. നല്ല വെയിലുണ്ട്, അതിൻ്റേതായ ചൂട് ധാരാളമുണ്ട്. ഉച്ചസമയം, വിശപ്പ് കുട്ടികൾക്ക് വളരെ കൂടുതലായി. ആ സാധാരണ കഴിക്കുന്ന സമയം തെറ്റി. അപ്പോൾ വളരെ സങ്കടത്തോടു കൂടി ശ്രീകൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഞങ്ങൾക്ക് വിശന്ന് വല്ലാതെ വിഷമിക്കുന്നുണ്ട്, എവിടുന്നെങ്കിലും ഭക്ഷണം സംഘടിപ്പിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞ മറുപടി, ഇവിടെ നിന്ന് കുറച്ച് അകലെ ബ്രാഹ്മണരുടെ ഒരു വലിയൊരു യാഗം നടക്കുന്നുണ്ട്, വിപ്രന്മാരുടെ യാഗം നടത്തുമ്പോൾ എന്തായാലും അവിടെ ഭക്ഷണവും ഉണ്ടാവും. അത് ദാനം ചെയ്യണമെന്നാണല്ലോ നിയമം, അങ്ങനെയുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അവിടെ നിങ്ങൾ പോയി പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബലരാമനും ശ്രീകൃഷ്ണനും ഇവിടെ ഉണ്ട്, നദീതീരത്തുണ്ട്. ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ വന്ന് ഭക്ഷണം ചോദിച്ചാൽ നിങ്ങൾ തരും. ഞങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ശ്രീരാമൻ അതേ സ്ഥിതി തന്നെയാണ്, രാമനും അതേ സ്ഥിതി തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ എന്തെങ്കിലും ഭക്ഷിക്കാൻ തരണം എന്ന് കുട്ടികൾ പറഞ്ഞപ്പോൾ അവരാരും ശ്രദ്ധിച്ചില്ല. അവർ അവരുടെ പ്രവർത്തനത്തിൽ മുഴുകി. പിന്നെയും കുട്ടികൾ അവിടെ പറഞ്ഞു, ഭക്ഷണ സമയമായി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള ദീക്ഷിതരായവരൊക്കെ ആ ഭക്ഷണം കഴിച്ച സമയം ആണ് എന്നുള്ളതും ഞങ്ങൾക്കറിയാം. ദീക്ഷിച്ചിരിക്കുന്നവർ ഭക്ഷണം കഴിക്കുന്ന മുമ്പേ മറ്റുള്ളവർ കഴിക്കുന്നത് ശരിയല്ല. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ദീക്ഷിതരാണെന്നറിയാം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ആ നിലയിൽ നിങ്ങൾക്ക് ഭക്ഷണം തരാനുള്ള ഒരു സന്ദർഭം കൂടിയാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഉത്സവാദി കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവിടെ ഭക്ഷണം നൽകുന്നൊരു ഏർപ്പാടുണ്ട്. അതുപോലെ സപ്താഹയജ്ഞങ്ങൾ, നവാഹയജ്ഞങ്ങൾ ഇതൊക്കെ നടക്കുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം നൽകുക. രാവിലെ ഉണ്ടാവും, പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ടാവും, അത്താഴം രാത്രിയിൽ ഭക്ഷണം നൽകുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഭക്തന്മാർ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മൂർത്തിക്ക് ആണ് ഭക്ഷണം ഒരുക്കുന്നത്. രാവിലത്തെ ആ ഉഷപൂജ കഴിഞ്ഞതിന് ശേഷമുള്ള ഭക്ഷണം അത് ഇത്ര സമയമായിരിക്കും എന്നൊക്കെ ഏകദേശം മനസ്സിലാക്കുക. അപ്പോൾ ആ രാവിലത്തെ ഉഷപൂജ കഴിഞ്ഞതിന് ശേഷമേ ക്ഷേത്രത്തിൽ ചെന്നാൽ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ.
ക്ഷേത്ര നടത്തിപ്പുകാരും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ദേവൻ്റെ ഭക്ഷണം കഴിയണം, അത് കഴിയുന്നതാണ് പ്രധാനം. അത് കഴിഞ്ഞിട്ട് ഭക്തന്മാർക്ക് കഴിക്കാൻ പാടുള്ളൂ. ഭക്തന്മാർ ചോദിക്കണം, അല്ല ദേവൻ്റെ ആ പൂജ നിവേദ്യമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കണം, എന്നിട്ട് കഴിക്കാൻ പാടുള്ളൂ. പ്രസാദമാകണമെങ്കിൽ ദേവൻ കഴിച്ചിരിക്കണമല്ലോ. പിന്നെ ഉച്ചപൂജ കഴിഞ്ഞാൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അവിടെയും ദേവൻ്റെ ആ ഭക്ഷണം, ഉച്ചസമയത്തുള്ള ഭക്ഷണം കഴിയണം. രാത്രിയിൽ അതുപോലെ തന്നെ അത്താഴപൂജ കഴിഞ്ഞ് അത്താഴം കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. പക്ഷേ ഈ നിയമം ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും പാലിക്കപ്പെടാൻ കാണുന്നില്ല. അത് വലിയൊരു ആചാര ലംഘനമാണ്. ദേവൻ കഴിക്കുന്നതിന് മുമ്പേ വിശക്കുന്നു എന്ന് പറഞ്ഞ് കഴിക്കുന്നതൊന്നും ശരിയല്ല. ആ ദേവന് നിവേദ്യം കഴിഞ്ഞ് ദേവനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഭരണസമിതി അംഗങ്ങൾ ഭക്ഷണം വിളമ്പാനുള്ള നിർദ്ദേശം കൊടുക്കാൻ പാടുള്ളൂ. ഉച്ചയ്ക്കായാലും ശരി, വൈകുന്നേരം. അതുപോലെ സപ്താഹം തുടങ്ങിയ യജ്ഞങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ഉച്ചയ്ക്കുള്ളൊരു ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്ക് സമയത്ത് ആചാര്യന്മാരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവരോടൊപ്പം കഴിക്കാം, പക്ഷെ അവർ കഴിക്കുന്നതിന് മുമ്പേ കഴിക്കരുത്. ഒരു സപ്താഹ ആചാര്യൻ നിലയ്ക്ക് എനിക്ക് പല ദിക്കിലും അങ്ങനത്തെ ഒരു ശരിയായൊരു അനുഭവം അല്ല ഉണ്ടായത്. 11 മണിയാകുമ്പോഴേക്ക് ധാരാളം ഭക്തന്മാർ ഈ യജ്ഞശാലയിലേക്ക് വരും. 10:30-11 മണിയാകുമ്പോൾ. നേരത്തെ 6 മണിക്ക് വന്നിരിക്കുന്ന ഭക്തന്മാരുണ്ട്, പക്ഷേ 11 മണിക്കാണ് അധികം പേര് വരിക. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭക്ഷണമാണ് പ്രധാനം. യജ്ഞം, ഉച്ചയ്ക്കുള്ള യജ്ഞം ആ ഉച്ച സമയമാകുമ്പോൾ ഒരു സമയം കൃത്യപ്പെടുത്തിയിട്ടുണ്ടാവും. 12:00 1 മണിയെന്നോ നിശ്ചയിച്ചിട്ടുണ്ടാവും. ആചാര്യന്മാരത് കഴിച്ച് മധ്യാഹ്നം വന്നിച്ച് ഭക്ഷണശാലയിലേക്ക് പോകേണ്ട സമയമാണ്. പക്ഷേ പലരും തിരക്ക് കൂട്ടി ആചാര്യന്മാർ വരുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണശാലയിലിരുന്ന് ഭക്ഷണം കമ്മിറ്റി അംഗങ്ങൾ വിളമ്പി കൊടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ശരിയല്ല. അത് ഭക്തന്മാർക്ക് ദോഷമാണ്. മാത്രമല്ല അത് ദേവനും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. പ്രസാദമാണ് പ്രസാദം ഇതാണ്. അങ്ങനെ ആ വാക്കാണല്ലോ ഉപയോഗിക്കുന്നത്. പ്രസാദമാകണമെങ്കിൽ ഭഗവാൻ കഴിച്ചിരിക്കണം, ക്ഷേത്രമൂർത്തി കഴിച്ചിരിക്കണം. അത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഭക്തന്മാരും ശ്രദ്ധിക്കണം. പക്ഷെ പല സ്ഥലത്തും അങ്ങനെ രാവിലെ 5-6 മണി മുതലേ തുടങ്ങും. ഇവിടെ രാവിലത്തെ പൂജയ്ക്ക് നട പോലും തുറന്നിട്ടുണ്ടാവില്ല. അപ്പോഴേക്ക് രാവിലത്തെ കാപ്പിയും അതുപോലെ ഭക്ഷണങ്ങൾ, ഇഡ്ഡലി, വട അതൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങും. ഉച്ചയ്ക്ക് 11 മണിയാകുമ്പോൾ തന്നെ ഇവിടെ ഭക്ഷണം തുടങ്ങി. 6-6:30 ആകുമ്പോഴേക്ക് രാത്രിയത്തെ ഭക്ഷണമായി. ചുരുക്കത്തിൽ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഒരു ഹോട്ടലിൻ്റെ പ്രതീതിയാണ് ഇപ്പോൾ തോന്നുന്നത്. അത് ആചാരലംഘനമാണ്, ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ആ കുട്ടികൾ, ഗോപാലന്മാർക്കതറിയാം. നിങ്ങൾ കഴിച്ച സമയമായതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. യാഗം നടത്തുന്ന ആചാര്യന്മാർ ഭക്ഷണം കഴിഞ്ഞ് അവരെ ദീക്ഷ ഉള്ളവരാണല്ലോ. നിങ്ങൾ കഴിച്ച ആ ചടങ്ങ് കണ്ടാൽ ഞങ്ങൾക്കറിയാമല്ലോ, ആ കഴിഞ്ഞ ഭക്ഷണ സമയമാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും ഇവർ ബ്രാഹ്മണർ അത് തീരെ ശ്രദ്ധിച്ചില്ല. കുട്ടികളെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് വിടുകയും ചെയ്തു. ഇവിടെ അങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമൊന്നുമല്ല. ഇവിടെ യാഗാദി കർമ്മങ്ങൾ നടത്തുന്ന സ്ഥലമാണ്. മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞയച്ചു. കൃഷ്ണൻ്റെ അടുത്ത് പോയി സങ്കടം പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ശരി, വിഷമിക്കണ്ട. അവർ യാഗഭൂമിയിൽ വെച്ചിട്ടാണ് ഇത് കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചത്. പക്ഷെ സ്ത്രീജനങ്ങളൊക്കെ അവരുടെ ഗൃഹത്തിലുണ്ടാവും. അവർ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി ആ ഒരു അവസ്ഥയിലായിരിക്കും. നിങ്ങൾ പോയിട്ട് പറയൂ, ശ്രീകൃഷ്ണനും ബലരാമനും കൂടെ ഞങ്ങൾ വന്നതാണ്, അവരുടെ കുറച്ച് അകലെയുണ്ട്, ഞങ്ങൾക്ക് വളരെയധികം വിശപ്പുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, വിപ്രന്മാരുടെ പത്നികളുടെ, അതായത് അന്തർജനങ്ങളുടെ അവിടെ പോയാൽ വീട്ടിൽ ചെന്ന് പറയൂ, കൃഷ്ണൻ എത്തിയിട്ടുണ്ട്, കൃഷ്ണൻ്റെ കൂടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഭക്ഷണം വേണം. മാത്രമല്ല കൃഷ്ണനും രാമനും നല്ലോണം വിശക്കുന്നുണ്ട്. പക്ഷെ അവർ വിശക്കുന്നെന്ന് പറഞ്ഞില്ല, ഞങ്ങൾക്കറിയാം അവർക്കും വിശപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഭക്ഷണം ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണൻ അവർ താമസിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ സ്ത്രീകൾക്ക് എന്താ പറയുക, സന്തോഷത്തിൻ്റെ
ഒരു അവസ്ഥയിലെത്തി. എപ്പോഴും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന കൃഷ്ണൻ, ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കുന്ന കൃഷ്ണൻ, എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഓർക്കുന്ന കൃഷ്ണൻ, ഇങ്ങനെ ജീവിതത്തിലെ ഓരോ പ്രധാന നിമിഷങ്ങളിലും ഓർത്തുകൊണ്ടിരിക്കുന്ന ആരാധനാമൂർത്തി ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തെത്തിയെന്നോ? ഇതാ ഞങ്ങൾ വന്നു. കൃഷ്ണനും രാമനും വേണ്ടുന്ന ഭക്ഷണമടക്കം, കുട്ടികൾക്കുള്ള ഭക്ഷണമടക്കം അവർ പാത്രങ്ങളിലൊക്കെ ആക്കി സ്ത്രീകൾ മുഴുവനും അവിടത്തേക്ക് ഓടുകയാണ്. അപ്പോൾ ഇവിടെ പുരുഷന്മാരായ ബ്രാഹ്മണർ തടഞ്ഞു, അവർ കൂട്ടാക്കിയില്ല. ഞങ്ങളുടെ രക്ഷകൻ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞവർ ഓടുകയാണ്. കൃഷ്ണൻ്റെ അടുത്തെത്തി, എല്ലാവരും നമസ്കരിച്ചു. എന്താണ് വേണ്ടത്? ഇഷ്ടം പോലെ കഴിച്ചോളൂ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അങ്ങയെ നേരിട്ട് കാണുക എന്നുള്ളതാണ്. മറ്റ് കർമ്മങ്ങളൊന്നും ഞങ്ങൾക്ക് വിധിച്ചിട്ടില്ല. വീട്ടിലെ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നാണ് ഞങ്ങൾക്ക് ഒരു ഗൃഹനാഥ എന്ന നിലയ്ക്കുള്ള കർത്തവ്യം. അത് ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ കർമ്മം ചെയ്യുമ്പോഴും അങ്ങയെ ഓർത്തുകൊണ്ടിരിക്കും. അങ്ങയുടെ കഥകളിങ്ങനെ കേട്ട് കുറേ അറിയാലോ ഞങ്ങൾക്ക്. എപ്പോഴാണ് അങ്ങയെ നേരിട്ട് ദർശിക്കാൻ കിട്ടും, ഈ ജന്മത്തിൽ അതിന് സാഫല്യം ഉണ്ടാകുമോ എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് അങ്ങ് ഇവിടെ എത്തിയിട്ടുണ്ട്, വളരെ അടുത്തെത്തിയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാവും. ഭഗവാന് ഞങ്ങൾ അനുഗ്രഹിക്കണം. ഇതിന് മീതെ ഞങ്ങൾക്കൊന്നും ലക്ഷ്യമില്ല. ആ സാക്ഷാത്കാരം, അങ്ങയുടെ ദർശനത്തിൽ നിന്ന് കിട്ടുന്ന സാക്ഷാത്കാരമാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞ് അവരൊക്കെ ഒരു പരമാനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തി. കൃഷ്ണൻ അവർ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു, കുട്ടികളും കഴിച്ചു സംതൃപ്തിയായിട്ട്. അതിനുശേഷം ഭഗവാൻ പറഞ്ഞത് തിരിച്ചു പോകാനാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി എന്ത് തിരിച്ചു പോക്ക്, അങ്ങയുടെ കൂടെ ഇറങ്ങി, ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകില്ല. വീട്ടിൽ പോയാൽ തന്നെ ഞങ്ങളുടെ പുരുഷന്മാർ ഞങ്ങളെ സ്വീകരിക്കുമോ എന്നുള്ളത് സംശയമാണ്. ഞങ്ങളിനി അങ്ങയുടെ കൂടെ വരികയാണ്. പാടില്ല. ഈ ജന്മത്തിൽ ഗൃഹനാഥ എന്ന ആ ഒരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഗൃഹനാഥയുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഭക്ഷണം, അന്നം നൽകുക, അതാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രധാന കർത്തവ്യം. കുട്ടികളെ പരിപാലിക്കുക, അതെല്ലാം കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. ഭർത്താവിനതുപോലെ ശുശ്രൂഷിക്കുക. ഭർത്താവ് തന്നെയാണ് ദൈവം എന്നൊക്കെയല്ലേ പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ജീവിതം പൂർത്തീകരിക്കുക. അത് കഴിഞ്ഞ് ഞാനുണ്ടല്ലോ, സായുജ്യമുക്തി ഞാൻ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി പോകണം എന്ന് പറഞ്ഞ് ഭഗവാൻ നിർബന്ധിച്ച് അവരെ തിരിച്ചയക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ എങ്ങനെയാണ് അനുഗ്രഹം നൽകുന്നത് എന്നുള്ളത്. വിശന്ന് വരുന്നവർക്ക് അന്നം കൊടുക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീട്ടിൽ വന്ന ഒരാൾ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിശക്കുന്നവരെന്താണോ അവിടെ ഉള്ളത് അത് നമ്മൾ കൊടുക്കുക. അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ കർമ്മങ്ങളും ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഒരു വീട്ടമ്മയുടെ ധർമ്മം എന്താണ്, ഒരു ഗൃഹനാഥൻ്റെ ധർമ്മം എന്താണ്, അതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണം. ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ പവിത്രതയെപ്പറ്റി മനസ്സിലാക്കണം. മറ്റ് ഏതൊരു ഉത്തരവാദിത്വത്തിനും പകരക്കാരുണ്ടാവും. പക്ഷേ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും പകരം വെക്കാൻ ആരുമില്ല. ഒരിക്കലും ഒരു ഗൃഹനാഥയ്ക്ക് ഇതാ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല, അടുത്ത വീട്ടിലെ ഗൃഹനാഥയെ ഭർത്താവിനെ ഏൽപ്പിച്ച് പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഗൃഹനാഥനും തൻ്റെ പത്നിയെ അടുത്ത വീട്ടിലാളെ ഏൽപ്പിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അതിനുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടേ പോകാൻ പറ്റുള്ളൂ, പകരമില്ല എന്നർത്ഥം. മറ്റെത്ര വലിയ ഔദ്യോഗിക ഉത്തരവാദിത്വം നിർവഹിക്കുന്നവർക്കും പകരക്കാരുണ്ടാവും. പ്രസിഡൻ്റ് ഇല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റ് ഉണ്ടാവും, സെക്രട്ടറി ഇല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ടാവും. ആ ഒരു കാര്യങ്ങൾ പ്രത്യേകമായി ചിന്തിക്കണമെന്ന തത്വവും കൂടി ഇതിൽ നിർദ്ധാരണം ചെയ്യുകയാണ്. അതുകൊണ്ട് ക്ഷേത്ര ദർശനത്തിലൊക്കെ പോകുന്നവർ ദേവൻ്റെ സമയാസമയത്തുള്ള ആ പൂജയോടൊപ്പമുള്ള ഭക്ഷണം ഭഗവാന് നൽകിയോ എന്നതുകൂടി അന്വേഷിച്ചിട്ട് വേണം ഭക്തന്മാർ ക്ഷേത്രത്തിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഭിക്ഷ ഇതൊക്കെ സ്വീകരിക്കാനായിട്ട്. നമസ്തേ.